Hi sir. Hello. Sir, ഈ ആൻജിയോപ്ലാസ്റ്റി കൂടാതെ ഇന്റർവെൻഷൻ കാർഡിയോളജിയിലുള്ള മറ്റ് ചികിത്സാ രീതികൾ ഏതൊക്കെയാണ്? ആൻജിയോപ്ലാസ്റ്റി എല്ലാവർക്കും വളരെ സുപരിചിതമായ പ്രൊസീജിയറാണ്. ഹൃദയത്തിൻ്റെ ബ്ലോക്കുകൾ മാറ്റുന്നതാണ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ഹൃദയത്തിൻ്റെ ദ്വാരങ്ങൾ ഇന്റർവെൻഷണൽ കാർഡിയോളജി വഴി ട്രാൻസ്കത്തീറ്റർ ചികിത്സ വഴി പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. ഇത് കൂടാതെ ഹൃദയത്തിൻ്റെ രക്തക്കുഴലുകൾക്കുണ്ടാകുന്ന ചുരുക്കം, അതിലുണ്ടാകുന്ന അനൂറിസംസ്, വീക്കം, ഇവയൊക്കെ നമുക്ക് ട്രാൻസ്കത്തീറ്റർ ചികിത്സയിലൂടെ തന്നെ പൂർണ്ണമായും പരിഹരിക്കാവുന്നതാണ്. ഇതുകൂടാതെ വാൽവുകൾക്കുണ്ടാകുന്ന ചുരുക്കം ട്രാൻസ്കത്തീറ്റർ ബലൂൺ വഴി നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. പ്രായമായി ഉണ്ടാകുന്ന വാൽവുകൾക്കുള്ള കാൽസ്യം കൊണ്ടുള്ള ചുരുക്കവും നമുക്ക് വാൽവ് മാറ്റ ശസ്ത്രക്രിയ വഴി ട്രാൻസ്കത്തീറ്റർ വഴി മാറ്റാവുന്നതാണ്. ഓക്കെ, അപ്പം ഈ രീതികളും നമ്മുടെ ഈ ആൻജിയോപ്ലാസ്റ്റിയും തമ്മിലുള്ള മേജർ ഡിഫറൻസസ് എന്തൊക്കെയാണ്? ആൻജിയോപ്ലാസ്റ്റി ഈ തത്വങ്ങളെല്ലാം പ്രിൻസിപ്പിൾസ് എല്ലാം സെയിം ആണ് ആൻജിയോപ്ലാസ്റ്റിയിലും ഈ ട്രാൻസ്കത്തീറ്റർ ചികിത്സകളിലും. എന്നാൽ ഇവയിൽ ആൻജിയോപ്ലാസ്റ്റിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബലൂൺ, സ്റ്റെൻറ്റ് എന്നിവ ഒരു വളരെ നമ്മുടെ രക്തക്കൊല്ലുകളോട് ചേർന്ന സൈസിലുള്ളതാണ്. അത് ഒരു 3 മില്ലിമീറ്റർ മുതൽ 5 മില്ലിമീറ്റർ വരെയുള്ള വ്യാസമുള്ള സ്റ്റെൻറ്റുകളും ബലൂണുകളുമാണ് നമ്മൾ ആൻജിയോപ്ലാസ്റ്റിക്ക് ഉപയോഗിക്കുക. എന്നാൽ ഈ ട്രാൻസ്കത്തീറ്റർ ചികിത്സകൾ, സ്ട്രക്ചറൽ ഇൻ്റർവെൻഷൻസിന് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റെൻറ്റുകൾ വളരെ വലിപ്പം കൂടിയതാണ്, ബലൂണുകളും വളരെ വലിപ്പം കൂടിയവയാണ്. ഇതാണ് പ്രധാനമായുള്ള വ്യത്യാസം. ആൻജിയോപ്ലാസ്റ്റിക്ക് നമ്മൾ ചികിത്സാ തീരുമാനം എടുക്കുന്നത് പ്രധാനമായും ആൻജിയോഗ്രാം ബേസ് ചെയ്താണ്. എന്നാൽ ഇതിൽ സ്ട്രക്ചറൽ ഇൻ്റർവെൻഷൻ, അതായത് ട്രാൻസ്കത്തീറ്റർ ചികിത്സകൾക്ക് പ്രധാനമായും ഹാർട്ടിൻ്റെ CT സ്കാൻ അല്ലെങ്കിൽ എക്കോകാർഡിയോഗ്രാം എന്നിവ ഉപയോഗിച്ചുള്ള തീരുമാനങ്ങളാണ് നമ്മൾ കൈക്കൊള്ളുന്നത്. താങ്ക് യു.